आंधी बन के आया हूँ, मेरा हौसला बेअय्याश है। न तो कारवा की तलाश है, ना तो कारवा की तलाश है, ना तो हम सफर की तलाश है, ना तो कारवा की तलाश। എന്താണോ ക്യാമറ എവിടാ? ക്യാമറ? ക്യാമറ ക്യാമറ ഏത് ക്യാമറ? ക്യാമറ അത് കേട്ടിട്ടില്ല. ഇവിടെ പണിയെടുത്ത് പോയി ജീവിക്കണോ? ഓരോരോ ഉടായ്പ്. നീ കാരണം നിശ്ച തുറക്കാൻ വയ്യല്ലോ. ഇവിടെ രൺബീർ സിംഗിലോ ഇത്ര ഡെഡിക്കേഷൻ. പയ്യാവാൻ പറ്റിയ കോലോ പോയി ചുപ്പായിട്ട് കണ്ടെടുത്ത് വേണം. അതെന്താണോ പാകിസ്ഥാൻ ചാരന്മാർക്ക് എന്താ റേഷനായിട്ടാണോ ജുബയും കൺമഷിയും ഒക്കെ കിട്ടുന്നത്? ഇതിനു മാത്രം കൺമഷിയും ജുബയൊക്കെ എവിടെ ഇരിക്കുന്നതാ? അല്ല, ഒരു ചാരനാകുമ്പം ചില പ്രോട്ടോകോളൊക്കെ ഇല്ലേ? കൊളക്കോഴിക്ക് എന്ത് കൂളിംഗ് ഗ്ലാസ്. പ്രോട്ടോകോൾ. തൻ്റെ പേരെന്തുവാ? എന്റെ പേരെന്തിനാ ഇയാൾ അറിയുന്നത്? എന്തെന്ത്? എന്റെ പേരെന്തിനാ ഇയാൾ അറിയുന്നതെന്ന്? എനിക്ക് അങ്ങനെ പല പേരും കാണും. ഞാൻ ഈ വാർഡിലുള്ള. താൻ ഈ വാർഡിലുള്ളതാണ്? ആ അതെ അതെ അതെ. ഞാൻ ഈ വാർഡിൽ നിൽക്കും, ചിലപ്പോൾ അടുത്ത വാർഡിൽ നിൽക്കും. അത് എന്റെ തൻ്റെ വീട്ടുപേര് പറഞ്ഞു. എന്തിനാ? കുഴിവിളാകം. അവിടെ തന്നെ അവിടെ തന്നെ അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നെ മനസ്സിലായില്ല? ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലായില്ല? ഇല്ലടോ. എടോ, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നാ. കുറെ പേര് പോയിട്ടുണ്ടല്ലോ. കുറച്ച് പേരുടെ പേര് പോയിട്ടുണ്ട്. എന്റെയൊക്കെ പേര് പോയിട്ടുണ്ട്. അങ്ങോട്ട് വരും ചേർക്കാനല്ലേ വരുന്നത്? പണിയെടുക്കുന്നില്ല. തന്റെ പേരെന്തോന്ന് പറഞ്ഞു? മന്ദമാരുത്. ഏത് മന്തി? മന്തിയല്ലോ, മന്ദമാരുത്. ആ കുഴിവിളാകം. അത് തന്നെ. തന്റെ വീട്ടിലേ 35 പേരോ? ഞങ്ങൾ കൂട്ടുകുടുംബം. കുറെ പേരുണ്ട്. ആരൊക്കെ? അത് അച്ഛൻ, അമ്മ, കുഞ്ഞമ്മ, കുഞ്ഞച്ഛൻ, അല്ല കൊച്ചച്ഛൻ, അങ്ങനെ കൊച്ചച്ഛന്റെ അനിയത്തി, അനിയത്തിയുടെ ഭർത്താവ്, ഭർത്താവിന്റെ അനിയത്തി. അപ്പൊ ഈ ഒരു ഒറ്റ കുടുംബം മതി ഒരു വാർഡിലൊരു സ്ഥാനാർത്ഥി ജയിക്കാം അല്ലേ? അല്ല, അതിന്റെ ഒരു കുഴപ്പമുണ്ട്. ഈ 35 പേരുടെ പട്ടികയിൽ കാണുന്നുണ്ട്, പഴയ പട്ടികയിൽ. പക്ഷേ 32 പേരെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ബാക്കി 33 പേരെ കണ്ടെത്തിയിട്ടില്ല. അതിലൊരാൾ താനല്ലേ? അവരില്ല. അതെ അതെ അതെ. ഒന്നെന്റെ ചേട്ടൻ. ഈ ചാരുമോഹനും? അതാ ചേട്ടൻ. മരിച്ചു. മരിച്ചു. അതെ അതെ, മരിച്ചു. പിന്നെ എന്റെ അനിയൻ സുചിത്രൻ. അതന്നെ, അനിയനാ. പുള്ളി മരിച്ചു. അപ്പം അങ്ങനെയാണ്. തന്റെ പേരും ഇല്ല? എന്റെ പേരില്ല. അനിയൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ മരിച്ചു. അനിയൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മരിച്ചു. കർമ്മങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരുന്നേ. ഈ കർമ്മങ്ങൾ നടത്തുന്നതിന്റെ തിരക്കിൽ ഈ പട്ടികയിൽ നിന്ന് പേരെടുത്ത് കളയാൻ മറന്നുപോയി. ഞാനാണെങ്കിൽ സ്ഥലത്തും ഇല്ലല്ലോ. പിന്നെ ഈ കർമ്മങ്ങൾ വളരെ ലേറ്റ് ആയതുകൊണ്ട്, ഈ കർമ്മങ്ങൾ ലേറ്റ് ആയതുകൊണ്ട് ഇവിടെ നിന്നൊന്നും പോകാൻ പറ്റിയില്ല. ഇനി അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആരെങ്കിലും ഇനി അതിന്റെ ഇടയ്ക്ക് എന്റെ പേരും പറഞ്ഞ് ഇനിയിപ്പോ വോട്ട് ചെയ്താലോ. അപ്പൊ അത് മാക്സിമം ഒന്ന് ഒഴിവാക്കണം. പക്ഷെ അതിനിപ്പോ ചത്തവന്റെ മുമ്പിൽ കിടന്ന് അഭിനയിക്കുന്നുണ്ട്.